ഈ ചൂരൽമല ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ചൂരൽമലയിൽ വലിയ മലയിടിച്ചിലുണ്ടായപ്പോൾ ആളുകൾക്കത് നേരത്തെ നമുക്ക് എന്താ പറയാ അവരുടെ അറിയിക്കാൻ പറ്റിയില്ല എന്നുള്ള വളരെ വലിയൊരു പരിമിതി നേരിട്ടിരുന്നു. ഇപ്പൊ അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മളെ കോട്ടയത്തെ മൗണ്ട് കാർമൽ സ്കൂളിലെ കുട്ടികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇത് നമ്മൾ ലാൻഡ് സ്ലൈഡിനെ നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ട് അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം. ഇപ്പൊ നമ്മളൊരു മലയുടെ ചുറ്റും നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. സെൻസേഴ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കും. മൾട്ടി സെൻസേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഷർ സെൻസർ, അതുപോലെ വൈബ്രേഷൻ, പിന്നെ നമ്മള് ഫോർ പ്രഷറിന് പകരം കൊടുത്തിരിക്കുന്ന സാധനമാണിത്. ഇത് മൂന്നും ഒരേ സമയം വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അലാം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഡേറ്റാസ് എല്ലാം ഒരു ക്ലൗഡിലേക്ക് പോയിട്ട് അതൊരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് കാണിക്കാനും പറ്റും. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഇത് അതോറിറ്റി ഡാഷ്ബോർഡ് ആണ്. 2 ഡാഷ്ബോർഡ് ഉണ്ട്, ലോക്കൽ ഡാഷ്ബോർഡ്, അതോറിറ്റി ഡാഷ്ബോർഡ്. ലോക്കൽ ഡാഷ്ബോർഡിൽ നമ്മളൊരു കോമൺ പാസ്വേഡ് വെച്ച് ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യിക്കും. ഇവിടെ എന്ന് പറയുമ്പം അതിനകത്ത് ഓരോ സെൻസറിന്റെയും കീൻ ഡേറ്റാസ്, അതുപോലെ തന്നെ AI റിസ്ക് പ്രഡിക്ഷൻസ് നടത്തും. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ, അഫക്ട് ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അവരുടെ സ്റ്റാറ്റസും കാണിക്കും. അതുപോലെ തന്നെയാണ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഡിലേ വരാതെ, ചൂരൽമല ഇൻസിഡന്റിലാണെങ്കിലും റെസ്ക്യൂവിന് ഡിലേ വന്നു, അങ്ങനെ വരാതെ തന്നെ അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് 2 ദിവസം മുമ്പ് തന്നെ അലർട്ട് കൊടുത്ത് അവരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പൊ അങ്ങനെ നേരത്തെ തന്നെ റെസ്ക്യൂ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് സപ്പോർട്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ലോക്കൽ ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ. ലോക്കൽ ഡാഷ്ബോർഡിൽ അവർക്ക് മനസ്സിലാവേണ്ട ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് റിസ്ക് പ്രഡിക്ഷൻ കൊടുക്കുന്നു, പിന്നെ അവർക്ക് വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ്, എന്തൊക്കെ സേഫ്റ്റി എടുക്കണം, അതുപോലെ തന്നെ ടെമ്പറേച്ചറും റെയിൻഫോളും അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ അവർക്ക് പോകേണ്ട സേഫ് റൂട്ട്സ്, ഏതൊക്കെ വഴി അവർക്ക് പോകാൻ കഴിയും എന്നുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എമർജൻസി കോൺടാക്ട്സ് കൊടുക്കുന്നുണ്ട്. അവർ ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളവരുടെ നമ്പർ. നമ്മളതൊരു ഗവൺമെന്റ് ആപ്ലിക്കബിൾ ആക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ചൂരൽമല ഇൻസിഡന്റിലാണെങ്കിലും ഒത്തിരി റെസ്ക്യൂ ഒക്കെ വൈകുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനൊന്നും ഉണ്ടാവാതെ തന്നെ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്ത് ആൾക്കാരെ സേഫ് ആയിട്ട് മാറ്റി നമുക്ക് അത്ര ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ആളുകളുടെ ഷുവർ ആയിട്ട് അതെ. കാരണം ഭയങ്കരമായിട്ട് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം അത്ര ആളുകളുടെ ജീവൻ പോയി, ഒത്തിരി പേർക്ക് ഇപ്പം സ്കൂളുകൾ പോയി, അവിടുത്തെ കുട്ടികളുടെ ജീവൻ പോയി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാലാണല്ലോ നമ്മുടെ ഫ്യൂച്ചർ. അപ്പം അവരുടെയൊക്കെ ജീവൻ പോവാന്ന് പറയുന്നത് ഒരു ഭയങ്കര നമ്മുടെ ഫ്യൂച്ചറിനെ തന്നെ അതിനൊരു ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു പേറ്റന്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ ജസ്റ്റ് ഒരു മോഡൽ നമ്മൾ കാണിക്കുന്നു. ഇതിന്റെ അകത്ത് ഇതാദ്യം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാല് അടുത്ത നമ്മൾ ഇതിന്റെ അകത്തോട്ട് അടുത്തടുത്ത അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഒരു ഇനി അഥവാ ഇതിപ്പോ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇനിയൊരു മണ്ണിടിച്ചിൽ വന്ന് അതിന്റെ അടിയിലായാലും പെട്ടുപോയി കഴിഞ്ഞാൽ തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാച്ച് പോലെ ഒരു കാര്യം അത് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പൊ റെസ്ക്യൂവിന് വരുന്ന ആൾക്കാരാണെങ്കിലും റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മണ്ണിടിച്ചിലോ എല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ അവരെയും കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് പോലെ നമ്മൾ ജസ്റ്റ് ഒരു വാച്ച് പോലെ അതിനകത്തൂടെ ഡ്രോൺ വഴി നമുക്ക് സിഗ്നൽസ് കളക്ട് ചെയ്ത് അവരെ രക്ഷിക്കാനുള്ള ഒരു സംഭവം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഒരു 8 crore ആണ് ഒരു 1 yearലെ. ഇപ്പൊ ഇത് നമ്മള് സെൻസ് ചെയ്തെങ്കിൽ തന്നെ ഇപ്പൊ ഒരു മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സെൻസേഴ്സ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അത് പിന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ കോസ്റ്റും എല്ലാം കുറച്ച് കൂടുതലാണ്. സ്കൂള് മൗണ്ട് കാർമൽ, കോട്ടയം. എന്റെ ഒരു പാർവതി. അഞ്ജലി, മൗണ്ട് കാർമൽ. ദേവനന്ദ, മൗണ്ട് കാർമൽ.